അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഫ്കളി സമഗ്ര പഠനത്തിന്റെ 17ാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ലഭിച്ചിരിക്കുന്ന ചോദ്യം മൈനസുകൾ ഒന്നുകൂടി വിവരിക്കാമോ? അത് അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അറിയേണ്ട ഒരു ഉത്തരമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൈനസുകളെ നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മൈനസുകളെ സംബന്ധിച്ച് മൈനസ് പ്ലസ് പോയിന്റുകളായി പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളുടെ വിപരീതങ്ങൾ നമുക്ക് ദഫുകളുടെ മൈനസുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പ്ലസ് പോയിന്റുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെർഫെക്ഷൻ, മനോഹരമായ അവതരണം, വൃത്തി, മെയ്വഴക്കം, വ്യക്തത, മികച്ച അവതരണം, ക്വാളിറ്റി, മൈനസുകളുടെ അഭാവം, കോസ്റ്റ്യൂംസിന്റെ മനോഹാരിതം, അങ്ങനെ ആദാബുകളുടെ ഭംഗി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലസ് പോയിന്റ്. അതിന്റെ വിപരീതങ്ങൾ നമുക്ക് മൈനസുകളായിട്ട് പരിഗണിക്കാൻ കഴിയും. അതിന്റെയും പുറത്ത് ഒന്നുകൂടി പറയുമ്പോൾ ദഫ് പൊട്ടുക, വസ്ത്രം അഴിയുക, കീറുക എന്നിവ എന്നിവയൊക്കെ എന്താണ് അതിന്റെ മൈനസുകളായിട്ട് തന്നെയാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അലക്ഷ്യമായി കുട്ടികൾ വീഴുക, വഴുതുക, അലക്ഷ്യമായി ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കുക, താളപ്രശ്നം സംഭവിക്കുക, വൃത്തിക്കുറവ് കാണപ്പെടുക, മെയ്വഴക്കക്കുറവ് കാണപ്പെടുക, അമിത വേഗത ഉണ്ടാവുക. അമിത വേഗത കൊണ്ട് വ്യക്തമായ ആസ്വാദനത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് അമിതമായ വേഗത നമുക്ക് ആ ഘട്ടത്തിൽ മൈനസായിട്ട് പരിഗണിക്കപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ അമിത സാവകാശം, സാവകാശമായിട്ട് ഒരു എനർജിക് ആയിട്ടുള്ള ഒരു അവതരണം ഇല്ലാതിരിക്കാം. പാട്ടും കളിയും ചേർച്ചയില്ലായ്മ തുടങ്ങിയ കുറവുകൾ മൈനസുകളായി തന്നെ പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മത്സരത്തിന്റെ നിലവാരം അനുസരിച്ച് ഈ കുറവുകളുടെ ഗൗരവം കൂടുകയും കുറയുകയും ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മൈനസ് ഉണ്ടായിട്ട് ഒക്കെ സാധാരണ ആവറേജ് ടീമുകളാണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് ടീമുകൾ കളിക്കുന്ന കളിയിൽ ഒരു എബോ ആവറേജ് ടീം ചില മൈനസുകളോട് കൂടി കളിച്ചു കഴിഞ്ഞാൽ ആ ടീം നമുക്ക് അതിന്റെ മികവുകൾ കൊണ്ട്, അതിന്റെ ക്വാളിറ്റി കൊണ്ട് ആ ടീമിനെ നമുക്ക് സ്ഥാനമാനത്തേക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അപ്പോൾ അതാണ് ഗൗരവം, ഇതിന്റെ മത്സരത്തിന്റെ നിലവാരം അനുസരിച്ച് ഈ കുറവുകളുടെ ഗൗരവം കൂടുകയും കുറയുകയും ചെയ്യും എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർമ്മിക്കണം. പിന്നെ മറ്റൊരു കാര്യം, സ്റ്റേജ് വീഴുക, കേടുപാട് സംഭവിക്കുക, മൈക്ക് ഓഫ് ആകുക തുടങ്ങിയ കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ്. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്റ്റേജ് വീഴുക എന്നുള്ളത് ടീമിന്റെ അവതരണത്തിലും സംഭവിക്കുന്ന മൈനസ് അല്ല, കുറവല്ല. അതുപോലെ തന്നെ കേടുപാടുകൾ സംഭവിക്കുക, സ്റ്റേജിന്റെ ഒരു പലക പൊട്ടി വീണുകൊണ്ട് അവിടെ കാലൊക്കെ കുട്ടികൾ സ്ലിപ്പാവുന്ന രംഗങ്ങളൊക്കെ വരിക, അതുപോലെ തന്നെ മൈക്ക് ഓഫ് ആവുക, ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില മൈനസുകളാണ്. ഇവിടെയൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ ഈ ടീമിന്റെ അവതരണത്തിലെ പിഴവായി പരിഗണിക്കുകയില്ല എന്നതാണ് ഇതിന്റെ വ്യക്തമായ ഉത്തരം നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമെങ്കിൽ ഒന്നുകിൽ ആ ടീമിന്റെ ആ വന്ന കുറവുകൾ അവരുടെ മൈനസ് പോയിന്റിൽ രേഖപ്പെടുത്താതെ അവരുടെ പ്ലസ് പോയിന്റുകളെ ആധാരമാക്കിക്കൊണ്ട് അവർക്ക് അർഹതയുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാം. അതല്ല ടീമിന് ആവശ്യം ഒന്നുകൂടി കളിക്കലാണ് എങ്കിൽ വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ടീമിന് ആവശ്യമെങ്കിൽ ആ ടീം സംഘാടകരുടെ തീരുമാനപ്രകാരം ആ ടീമിന് ഒന്നുകൂടി കളിക്കുവാൻ മറ്റൊരവസരം കൂടി നമുക്ക് നൽകാവുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം നമുക്ക് പോകുമ്പോൾ പറയാൻ കഴിയുന്നത്. പിന്നെ അനുവദിച്ച സമയത്തിന്റെ പരമാവധി സമയം ടീം ഉപയോഗപ്പെടുത്തി സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണം. സ്വലാത്ത് കൊണ്ടാണ് കളി അവസാനിപ്പിക്കേണ്ടത്. സലാം കൊണ്ട് തുടങ്ങി സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിച്ച് സലാം പറഞ്ഞു പോകണം. അങ്ങനെയാണ് ഒരു ദഫ്കളിയുടെ തുടക്കവും വിരാമവും എന്ന ഈ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ ഈ എപ്പിസോഡുകളിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.